എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു വെജിറ്റബിൾ പുലാവാണ്. വളരെ ഹെൽത്തി ആയിട്ടും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മീലാണ് ഇത്. ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ലഞ്ചിനായിട്ട് കൊടുത്തു വിടാനും അതുപോലെ ഓഫീസിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ വളരെ എളുപ്പത്തിൽ തന്നെ രാവിലെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണിത്. എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന് വേണ്ടതെന്നുള്ളത് നോക്കാം. വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി അരി 2 കപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1.5 ടീസ്പൂണ്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഗ്രീൻ പീസ് വേവിച്ചെടുത്തത് 1/2 കപ്പ്, ഒരു ക്യാരറ്റ് ചെറുതായിട്ട് നുറുക്കിയത് വേണം, ഏകദേശം 1 ഇഞ്ച് കനത്തിൽ അരിഞ്ഞിട്ടുള്ള ബീൻസ് 8 എണ്ണം, ഒരു ചെറിയ ബേ ലീഫ് കഷ്ണങ്ങളാക്കിയത്, 6 ഗ്രാമ്പൂ, 4 ഏലക്ക, ഒരു 8-10 കുരുമുളക്, എരിവിന് വേണ്ടി ഒരു പച്ചമുളക് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഗാർണിഷ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കിസ്മിസും കാഷ്യൂ നട്ട്സും മല്ലിയിലയും കുറച്ച് പുതിനയിലയും. ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. പാന് ചൂടായ ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1.5 ടീസ്പൂണ് നെയ്യാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഉരുകട്ടെ ഇത്. ആദ്യം നമുക്ക് ഈ കാഷ്യൂ നട്ട്സും കിസ്മിസും വറുത്ത് വെക്കാം. കാഷ്യൂ നട്ട്സിൻ്റെ കളറ് കുറച്ചൊന്ന് മാറി വരണം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ടും പാകമായിട്ടുണ്ട്. നമുക്കിതിനെ മാറ്റി വെക്കാം. ഇതേ എണ്ണയിലോട്ട് ഇനി നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ബേ ലീഫ്, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ഇത്ര ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ ഒരു മൂത്ത മണം വരുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ ഇതിനകത്തോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ആ ഒരു പച്ചപ്പ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഉടയാതെ വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് ആയതുകൊണ്ട് കുക്കറിൽ 2 വിസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. നമുക്ക് ഏകദേശം 1 ഇഞ്ച് കനത്തിൽ മുറിച്ചിട്ടുള്ള ബീൻസ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബീൻസും ഒന്ന് വാടി വന്നിട്ടുണ്ട്, ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാരറ്റ് നുറുക്കിയതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് എളുപ്പത്തിൽ വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് തൂവി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ഉപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മൾ ചോറിൽ ഓൾറെഡി ചേർത്ത ഉപ്പിൻ്റെ അളവ് ഒന്ന് ഓർമ്മിക്കണം. എന്നിട്ട് അത് രണ്ടും കൂടി ബാലൻസ് ചെയ്യുന്ന വിധത്തിൽ വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നിങ്ങൾക്ക് ഇത് കൂടാണ്ട് ഇഷ്ടമുള്ള പച്ചക്കറികൾ വേറെ എടുക്കാം. ഇപ്പോൾ ക്യാപ്സിക്കം ഇഷ്ടമുള്ളവർക്ക് അതെടുക്കാം. പിന്നെ മഷ്റൂം, പിന്നെ പൊട്ടറ്റോ, കോളിഫ്ലവർ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇതേപോലെ ഏകദേശം ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വഴറ്റിയിട്ട് റൈസിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് ഞാനൊരു 1-2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലേക്ക് തീ താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എന്തായാലും ഒന്ന് തുറന്ന് നോക്കാം. ആ ഒരു സ്പൈസസിൻ്റെ മണമൊക്കെ ഇങ്ങ് തുറക്കുന്ന സമയത്ത് തന്നെ വരുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ കീറി വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. വെജിറ്റബിൾസൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. അരി വേവിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് ഓയിലും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും 1/2 ടീസ്പൂണ് ഉപ്പും ചേർത്ത്
കുക്കറിൽ വേവിച്ചെടുത്തതാണിത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. 2 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ വെജിറ്റബിൾസുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അത് കുഴഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. സൈഡിൽ നിന്നൊക്കെ മെല്ലെ ഇങ്ങനെ ഇളക്കി ചെറുതായിട്ട് ഇളക്കിയിട്ട് കുഴഞ്ഞു പോവാതെ ഒന്ന് മിക്സാക്കി എടുക്കുക. നീളത്തിലുള്ള ഈ ടൈപ്പ് അരി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് കയമ അരി വെച്ചിട്ട് നമ്മുടെ വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനൊരു എക്സ്ട്രാ സ്മെല്ല് കൂടെ വരും. നല്ലൊരു ഫ്ലേവറാണ്. കയമ അരി എന്ന് പറയുന്ന സമയത്ത് അതിന് നല്ലൊരു സ്മെല്ല് കൂടെ തരുന്നൊരു അരിയാണ്. അപ്പോൾ അതുകൊണ്ടും നമുക്ക് ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ വേവിൻ്റെ സമയത്ത് ശ്രദ്ധിക്കണം. കയമരി ഈ ബസ്മതി അരിനെ സംബന്ധിച്ച് കുറച്ചുകൂടി എളുപ്പത്തിൽ വേവുന്ന അരിയാണത്. അപ്പോൾ വേവിക്കുന്ന സമയത്ത് വെന്തുടയാണ്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് അടച്ചു വെക്കണം. ഞാനിപ്പോൾ ഇതൊരു 2 മിനിറ്റ് അടച്ചു വെച്ചാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്യൂവും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള എരിവുള്ള പുളിയുള്ള അച്ചാറിൻ്റെ കൂടെയോ നല്ല റൈത്തയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ റൈസാണിത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. കമൻസൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ടാറ്റാ.